ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ശനിയാഴ്ച നടക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ജനറൽ നോളജ് ആൻഡ് സ്പെഷ്യൽ ടോപ്പിക്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങളുണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം. ഓപ്ഷൻ സി ആര്യ സമാജം. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ആര്യ സമാജം. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിലൊന്നായ വോയിസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ ദാദാഭായ് നവറോജി. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളിലൊന്നായ വോയിസ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി INA രൂപീകരിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ്. 1920 നിസ്സഹകരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2 മാത്രം. നികുതി നൽകുക. 1920 നിസ്സഹകരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്: ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക, തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, ഹിന്ദി പ്രചരിപ്പിക്കുക. അത് ഓർത്തു വെച്ചോണം. 1920 നിസ്സഹകരണ സമരകാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള പ്രസ്താവനകൾ: ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുക, തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, ഹിന്ദി പ്രചരിപ്പിക്കുക. 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രസ്ഥാനം. ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്ഷൻ സി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഓപ്ഷൻ ഡി 2012 മുതൽ 2017 വരെ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 2012 to 2017. എന്ന് പറയുമ്പോൾ തന്നെ 2012 അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതിയേ. പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 5 വർഷമാണ്. അപ്പോൾ 12ാം പഞ്ചവത്സര പദ്ധതി 2012 to 2017 അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഓപ്ഷൻ എ ന്യൂഡൽഹി. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ. ഓപ്ഷൻ ബി രാധാകൃഷ്ണൻ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ രാധാകൃഷ്ണൻ കമ്മീഷൻ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാ ക്രമത്തിൽ ജില്ലാ തലത്തിലേക്ക് സമർപ്പിക്കുന്ന തലം ഏതാണ്? ഓപ്ഷൻ ബി ബ്ലോക്ക് പഞ്ചായത്ത്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാ ക്രമത്തിൽ ജില്ലാ തലത്തിലേക്ക് സമർപ്പിക്കുന്ന തലം ഏതാണ്? ബ്ലോക്ക് പഞ്ചായത്ത്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം. ഓപ്ഷൻ ബി ചക്ക. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ചക്ക. കേരളത്തിലെ ഏക കന്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ എ കണ്ണൂർ. കേരളത്തിലെ ഏക കന്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. ഓപ്ഷൻ സി പെരിയാർ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. ഓപ്ഷൻ ഡി ചിറ്റയം ഗോപകുമാർ. കേരളത്തിലെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ.
കേരള സംസ്ഥാനത്തിന്റെ കായിക വകുപ്പ് മന്ത്രി ഓപ്ഷൻ ഡി വി അബ്ദുറഹ്മാൻ. കേരള സംസ്ഥാനത്തിന്റെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. കേരള സർക്കാരിന്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭം ഓപ്ഷൻ എ ജനമൈത്രി സുരക്ഷ. കേരള സർക്കാരിന്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭം ജനമൈത്രി സുരക്ഷ. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻ ബി തലശ്ശേരി. കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? തലശ്ശേരിയിൽ നിന്ന്. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഓപ്ഷൻ എ EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു ആണ്. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു. കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി പഴശ്ശിരാജ. കേരളസിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? പഴശ്ശിരാജ. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഓപ്ഷൻ ബി 1924. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. 1930 നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം ഓപ്ഷൻ ഡി പയ്യന്നൂർ. 1930 നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ച സ്ഥലം പയ്യന്നൂർ. ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു. ദൈവദശകം എന്ന കൃതി രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ ബി അന്താരാഷ്ട്ര സർവീസ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമല്ലാത്തത് കണ്ടെത്തുക. അന്താരാഷ്ട്ര സർവീസ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗങ്ങളാണ് സംസ്ഥാന സർവീസ്, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്. ഓർത്തു വെച്ചോണം, ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗങ്ങൾ സംസ്ഥാന സർവീസ്, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി 1928 തയ്യാറാക്കിയ ഭരണഘടന സമാനമായ രേഖ ഏത്? ഓപ്ഷൻ ബി നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തി 1928 തയ്യാറാക്കിയ ഭരണഘടനാ സമാനമായ രേഖ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 3, 4 മാത്രം. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചതുമായ അവകാശം ഏത്? ഓപ്ഷൻ ഡി
ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചതുമായ അവകാശമേത്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്മാരുടെ മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് 1976 നടന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത് ഭരണഘടനയുടെ ഏത് ഭാഗമായാണ് ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ എ ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്മാരുടെ മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത് 1976 നടന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇത് ഭരണഘടനയുടെ ഏത് ഭാഗമായാണ് ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ എ ഭാഗം 4A. ഇന്ത്യയുടെ മാനക രേഖാംശം. ഓപ്ഷൻ ഡി 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക് രേഖാംശം. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക് രേഖാംശം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം. ഓപ്ഷൻ എ ലക്ഷദ്വീപ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം ലക്ഷദ്വീപ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗം. ഓപ്ഷൻ എ നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗം നീലഗിരി കുന്നുകൾ. താഴെ പറയുന്നവയിൽ തീരദേശം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ സി മധ്യപ്രദേശ്. താഴെ പറയുന്നവയിൽ തീരദേശം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ച വർഷം. ഓപ്ഷൻ സി 1952. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ച വർഷം 1952. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ്. ഓപ്ഷൻ ബി പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് പെരിയാർ. വന്യജീവി സംരക്ഷണ നിയമം 1972 പ്രകാരം ഏത് ഷെഡ്യൂളിൽ പെടുത്തിയാണ് കാട്ടുപോത്ത് അഥവാ ഇന്ത്യൻ ഗൗർ സംരക്ഷിക്കപ്പെട്ടു വരുന്നത്? ഓപ്ഷൻ എ ഷെഡ്യൂൾ 1. വന്യജീവി സംരക്ഷണ നിയമം 1972 പ്രകാരം ഏത് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയാണ് കാട്ടുപോത്ത് അഥവാ ഇന്ത്യൻ ഗൗർ സംരക്ഷിക്കപ്പെട്ടു വരുന്നത്? ഷെഡ്യൂൾ 1. വനങ്ങൾ പരിപാലിക്കപ്പെടുന്നതിന് തയ്യാറാക്കപ്പെടുന്ന വർക്കിംഗ് പ്ലാനിന്റെ കാലാവധി. ഓപ്ഷൻ ബി 10 വർഷം. വനങ്ങൾ പരിപാലിപ്പിക്കപ്പെടുന്നതിന് തയ്യാറാക്കുന്ന വർക്കിംഗ് പ്ലാനിന്റെ കാലാവധി 10 വർഷം. ആഗോളതാപനം ഉണ്ടാക്കുന്ന ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏത്? ഓപ്ഷൻ സി ഓക്സിജൻ. ആഗോളതാപനം ഉണ്ടാക്കുന്ന ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഓക്സിജൻ. ആഗോളതാപനം ഉണ്ടാക്കുന്ന ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടുന്ന വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്. ഓർത്തു വെച്ചോണം, ആഗോളതാപനം ഉണ്ടാക്കുന്ന ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടുന്ന വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്. ഇന്ത്യയിലെ ആദ്യ തേക്ക് പ്ലാന്റേഷനായ കനോലി പ്ലോട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ സി നിലമ്പൂർ. ഇന്ത്യയിലെ ആദ്യ തേക്ക് പ്ലാന്റേഷനായ കനോലി പ്ലോട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? നിലമ്പൂർ. കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വനത്തിനുള്ളിലും അതിർത്തികളിലും തെളിക്കുന്ന ഫയർ ലൈനിന്റെ വീതി എത്രയാണ്? ഓപ്ഷൻ സി 5.2 മീറ്റർ. കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വനത്തിനുള്ളിലും അതിർത്തികളിലും തെളിക്കുന്ന ഫയർ ലൈനിന്റെ വീതി എത്രയാണ്? 5.2 മീറ്റർ. കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളിൽ ഉദ്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് ഓപ്ഷൻ സി കബനി. കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളിൽ ഉദ്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി. കേരളത്തിലെ ആദ്യ നാഷണൽ പാർക്ക്. ഓപ്ഷൻ ബി ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഇരവികുളം. കേരളത്തിലെ ഇലപൊഴിയും ആർദ്ര വനങ്ങളിൽ കാണുന്ന വൃക്ഷങ്ങളാണ് ഓപ്ഷൻ ബി 1, 3 and 4 മാത്രം. മരുത്, വീട്ടി, തേക്ക്. കേരളത്തിലെ ഇലപൊഴിയും ആർദ്ര വനങ്ങളിൽ കാണുന്ന വൃക്ഷങ്ങളാണ് മരുത്, വീട്ടി, തേക്ക്. വന്യജീവി സംരക്ഷണ നിയമം 1972 ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തി സംരക്ഷിക്കപ്പെടുന്ന വന്യമൃഗങ്ങളാണ് ഓപ്ഷൻ സി 1, 3 and 4 മാത്രം. ആന, കാട്ടുപോത്ത്, കടുവ. വന്യജീവി സംരക്ഷണ നിയമം 1972 ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തി സംരക്ഷിക്കപ്പെടുന്ന വന്യമൃഗങ്ങളാണ് ആന, കാട്ടുപോത്ത്, കടുവ.
ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ദിവസം? ഓപ്ഷൻ ബി ജൂൺ 5. ലോക പരിസ്ഥിതി ദിനമായി വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയി ആചരിക്കുന്ന ദിവസം ജൂൺ 5. കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന വനവിഭാഗം ഫോറസ്റ്റ് ടൈപ്പ്? ഓപ്ഷൻ ബി ഇലപൊഴിയും ആർദ്ര വനങ്ങൾ. കേരളത്തിലെ വനങ്ങളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന വനവിഭാഗം ഫോറസ്റ്റ് ടൈപ്പ് ഇലപൊഴിയും ആർദ്ര വനങ്ങൾ. തേക്ക് പ്ലാന്റേഷനുകൾ വച്ചുപിടിപ്പിക്കുന്നതിന് കേരളത്തിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന നടീൽ വസ്തു? ഓപ്ഷൻ ബി 2 മാത്രം. റൂട്ട് ട്രെയിനർ തൈ. തേക്ക് പ്ലാന്റേഷനുകൾ വച്ചുപിടിപ്പിക്കുന്നതിന് കേരളത്തിൽ വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന നടീൽ വസ്തു റൂട്ട് ട്രെയിനർ തൈ. വനമേഖലകളിൽ മണ്ണ് ജല സംരക്ഷണത്തിനായി താഴെ പറയുന്നവ നിർമ്മിച്ചു വരുന്നു? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം 1, 2 and 3. മഴക്കുഴികൾ, ഗള്ളി പ്ലഗിംഗ്, ചെക്ക് ഡാമുകൾ. വനമേഖലകളിൽ മണ്ണ് ജല സംരക്ഷണത്തിനായി താഴെ പറയുന്നവ നിർമ്മിച്ചു വരുന്നു? മഴക്കുഴികൾ, ഗള്ളി പ്ലഗിംഗ്, ചെക്ക് ഡാമുകൾ. കേരളത്തിൽ കണ്ടുവരുന്ന പ്രാക്തന ഗോത്ര വിഭാഗങ്ങളാണ്? ഓപ്ഷൻ ബി 1 and 3 മാത്രം. ചോലനായ്ക്കർ, കാടാർ. കേരളത്തിൽ കണ്ടുവരുന്ന പ്രാക്തന ഗോത്ര വിഭാഗങ്ങളാണ് ചോലനായ്ക്കർ, കാടർ. ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം രൂപീകരിക്കപ്പെടേണ്ട കമ്മിറ്റിയാണ് ഫോറസ്റ്റ് റൈറ്റ്സ് കമ്മിറ്റി. ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം രൂപീകരിക്കപ്പെടേണ്ട കമ്മിറ്റിയാണ് ഫോറസ്റ്റ് റൈറ്റ്സ് കമ്മിറ്റി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ജില്ല? ഓപ്ഷൻ ബി വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ജില്ല വയനാട്. ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം വനവാസി സമൂഹങ്ങൾക്ക് വനത്തിനകത്തു നിന്നും തടിയേതര വിഭവങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അവകാശം? ഓപ്ഷൻ ബി 2 മാത്രം. സാമൂഹിക വനാവകാശം. ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം വനവാസി സമൂഹങ്ങൾക്ക് വനത്തിനകത്തു നിന്നും തടിയേതര വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അവകാശം സാമൂഹിക വനാവകാശം. വനസംരക്ഷണ സമിതിയുടെ ജനറൽ ബോഡിന്റെ യോഗത്തിന്റെ ഹാജർ നില ആകെ അംഗങ്ങളുടെ ഡാഷ് ആണ്? 1/3. വനസംരക്ഷണ സമിതിയുടെ ജനറൽ ബോഡി യോഗത്തിന്റെ ഹാജർ നില ആകെ അംഗത്തിന്റെ 1/3. വന്യജീവി ആക്രമണം മൂലം അപകടം സംഭവിക്കുന്ന അവസ്ഥയിൽ ചികിത്സാ ധനസഹായമായി നിലവിൽ അനുവദിക്കാവുന്ന പരമാവധി തുക എത്രയാണ്? ഓപ്ഷൻ സി 1 ലക്ഷം രൂപ. വന്യജീവി ആക്രമണം മൂലം അപകടം സംഭവിക്കുന്ന അവസ്ഥയിൽ ചികിത്സാ ധനസഹായമായി നിലവിൽ അനുവദിക്കാവുന്ന പരമാവധി തുക 1 ലക്ഷം രൂപ. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന്റെ ഭാഗമായി വന അതിർത്തികളിൽ നിർമ്മിക്കുന്നത്? ഓപ്ഷൻ സി 1, 2 and 4 മാത്രം. സൗരോർജ വേലി, ആന പ്രതിരോധ കിടങ്ങ്, റെയിൽ ഫെൻസിങ്. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നതിന്റെ ഭാഗമായി വനാതിർത്തികളിൽ നിർമ്മിക്കുന്നത് സൗരോർജ വേലി, ആന പ്രതിരോധ കിടങ്ങ്, റെയിൽ ഫെൻസിങ്. തീപ്പെട്ടിക്കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം? ഓപ്ഷൻ ബി ഇലവ്. തീപ്പെട്ടിക്കൊള്ളിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരം ഇലവ്. കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന രോഗം പരത്തുന്നത്? ഓപ്ഷൻ ബി കുരങ്ങ്. കൈസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന രോഗം പരത്തുന്നത് കുരങ്ങ്. പങ്കാളിത്ത വനപരിപാലനത്തിൽ വനസംരക്ഷണ സമിതി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ജനറൽ ബോഡി യോഗത്തിൽ ആരായിരിക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ? ഓപ്ഷൻ ബി റേഞ്ച് ഓഫീസർ. വനപങ്കാളിത്ത പരിപാലനത്തിൽ വനസംരക്ഷണ സമിതി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ജനറൽ ബോഡി യോഗത്തിൽ ആരായിരിക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ? റേഞ്ച് ഓഫീസർ. വനവികാസ ഏജൻസിയുടെ FDA ചെയർപേഴ്സൺ ഏത് അധികാര സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥനാണ്? ഓപ്ഷൻ ഡി കൺസർവേറ്റർ. വനവികാസ ഏജൻസിയുടെ FDA ചെയർപേഴ്സൺ ഏത് അധികാര സ്ഥാനത്തുള്ള ഉദ്യോഗസ്ഥനാണ്? കൺസർവേറ്റർ. ആദിവാസികളെ കുറുമ്പ വിഭാഗം കേരളത്തിലെ ഈ ജില്ലയിൽ മാത്രം കണ്ടുവരുന്നു? ഓപ്ഷൻ ബി പാലക്കാട്. ആദിവാസികളിലെ കുറുമ്പ വിഭാഗം കേരളത്തിലെ ഈ ജില്ലയിൽ മാത്രം കണ്ടുവരുന്നു? പാലക്കാട്. താഴെ പറയുന്ന ഏത് ജീവിയിൽ നിന്നുള്ള ആക്രമണത്തിൽ മരിച്ചാലാണ് 1980 റൂൾസ് ഫോർ കോമ്പൻസേഷൻ ടു ദി വിക്ടിംസ് ഓഫ് വൈൽഡ് ലൈഫ് അറ്റാക്ക് പ്രകാരം നഷ്ടപരിഹാരത്തിന് അർഹതയില്ലാത്തത്? ഓപ്ഷൻ സി തേനീച്ച. താഴെ പറയുന്നവയിൽ ഏത് ജീവിയിൽ നിന്നുള്ള ആക്രമണത്തിൽ മരിച്ചാലാണ് 1980 റൂൾസ് ഫോർ കോമ്പൻസേഷൻ ടു ദ വിക്ടിംസ് ഓഫ് വൈൽഡ് ലൈഫ് അറ്റാക്ക് പ്രകാരം നഷ്ടപരിഹാരത്തിന് അർഹതയില്ലാത്തത്? തേനീച്ച. താഴെ പറയുന്നവയിൽ ഏത് ജീവിയിൽ നിന്നുള്ള ആക്രമണത്തിൽ മരിച്ചാലാണ് 1980 റൂൾസ് ഫോർ
കോമ്പൻസേഷൻ ടു ദി വിക്ടിംസ് ഓഫ് ദി വൈൽഡ് ലൈഫ് അറ്റാക്ക് പ്രകാരം നഷ്ടപരിഹാരത്തിന് അർഹതയുള്ളത് കാട്ടുപന്നി, ആന, കടുവ. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക കേട്ടോ. പങ്കാളിത്ത വനപരിപാലനത്തിൽ VSS വനസംരക്ഷണ സമിതികൾക്ക് അംഗീകാരം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നൽകുന്ന അധികാരി ആരാണ്? ഓപ്ഷൻ എ DFO. പങ്കാളിത്ത വനപരിപാലനത്തിൽ വനസംരക്ഷണ സമിതികൾക്ക് അംഗീകാരം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നൽകുന്ന അധികാരി DFO. ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം വികസന ആവശ്യങ്ങൾക്ക് വനഭൂമി നൽകുവാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ? ഓപ്ഷൻ ബി DFO. ആദിവാസി വനാവകാശ നിയമം 2006 പ്രകാരം വികസന ആവശ്യങ്ങൾക്ക് വനഭൂമി നൽകുവാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ DFO. കേന്ദ്ര വന സംരക്ഷണ നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഏതു വർഷത്തിലാണ് പ്രാബല്യത്തിൽ വന്നത്? ഓപ്ഷൻ സി 1980. കേന്ദ്ര വന സംരക്ഷണ നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ഏതു വർഷത്തിലാണ് പ്രാബല്യത്തിൽ വന്നത്? 1980. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ഓപ്ഷൻ ഡി ബുദ്ധമയൂരി. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരി. 1952 ഇന്ത്യയിൽ വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ട ജീവി? ഓപ്ഷൻ ബി ചീറ്റ. 1952 ഇന്ത്യയിൽ വംശനാശം സംഭവിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ട ജീവി ചീറ്റ. വൈൽഡ് ആർട്ട് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ സി ഗുജറാത്ത്. വൈൽഡ് ആർട്ട് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്ത്. കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച വന്യജീവി സങ്കേതം? ഓപ്ഷൻ എ കരിമ്പുഴ. കേരളത്തിൽ അവസാനമായി രൂപീകരിച്ച വന്യജീവി സങ്കേതം കരിമ്പുഴ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം? ഓപ്ഷൻ സി ഇരവികുളം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഇരവികുളം. താഴെ പറയുന്നവയിൽ കേരളത്തിലെ തദ്ദേശീയ സസ്യം അല്ലാത്തത്? ഓപ്ഷൻ സി യൂക്കാലിപ്സ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ തദ്ദേശീയ സസ്യം അല്ലാത്തത് യൂക്കാലിപ്സ്. താഴെ പറയുന്നവയിലെ കേരളത്തിലെ തദ്ദേശീയ സസ്യങ്ങളാണ് മരുതി, ആഞ്ഞിലി, ഉന്നം. അത് ഓർത്ത് വയ്ക്കുക. താഴെ പറയുന്നവയിലെ കേരളത്തിലെ തദ്ദേശീയ സസ്യങ്ങൾ മരുതി, ആഞ്ഞിലി, ഉന്നം. കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയരേഖ അംഗീകരിച്ച വർഷം? ഓപ്ഷൻ ബി 2021. കേരളത്തിലെ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയരേഖ അംഗീകരിച്ച വർഷം 2021. ഒരു മരത്തിന്റെ വിത്തുൽപാദന ശേഷിയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ? ഓപ്ഷൻ സി 1, 2 and 3. മരത്തിന്റെ പ്രായം, മരത്തിന്റെ ആരോഗ്യം, കാലാവസ്ഥ. ഒരു മരത്തിന്റെ വിത്തുൽപാദന ശേഷിയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ? മരത്തിന്റെ പ്രായം, മരത്തിന്റെ ആരോഗ്യം, കാലാവസ്ഥ. വനത്തോട്ടം നിർമ്മിച്ച് ആദ്യ വർഷങ്ങളിൽ വനവിളയോടൊപ്പം കാർഷിക വിളകൾ കൂടി വളർത്തുന്ന രീതി? ഓപ്ഷൻ ബി ടോങ്കിയ. വനത്തോട്ടം നിർമ്മിച്ച് ആദ്യ വർഷങ്ങളിൽ വനവിളയോടൊപ്പം കാർഷിക വിളകൾ വളർത്തുന്ന രീതി ടോങ്കിയ. കേരളത്തിൽ കണ്ടുവരുന്ന ഒരു അധിനിവേശ സസ്യം? ഓപ്ഷൻ ഡി കൊങ്ങിണി. കേരളത്തിൽ കണ്ടുവരുന്ന ഒരു അധിനിവേശ സസ്യം കൊങ്ങിണി. കൃത്രിമ പുനരുത്ഭവത്തിന്റെ ഉദ്ദേശ്യങ്ങൾ? ഓപ്ഷൻ ഡി ഇവയെല്ലാം. സ്വാഭാവിക പുനരുത്ഭവത്തിന് അനുബന്ധമായി വനഭൂമിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ. കൃത്രിമ പുനരുത്ഭവത്തിന്റെ ഉദ്ദേശ്യങ്ങൾ? സ്വാഭാവിക പുനരുത്ഭവത്തിന് അനുബന്ധമായി വനഭൂമിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ. മൂലപ്രസാരകം റൂട്ട് സക്കർ വഴി പുനരുത്ഭവം സാധ്യമാക്കുന്ന വൃക്ഷം? ഓപ്ഷൻ ബി ചന്ദനം. മൂലപ്രസാരകം റൂട്ട് സക്കർ വഴി പുനരുത്ഭവം സാധ്യമാക്കുന്ന വൃക്ഷം ചന്ദനം. കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഓപ്ഷൻ സി പീച്ചി. കേരള ഫോറസ്റ്റ് സീഡ് സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം പീച്ചി. തേക്ക് വളർത്തുന്നതിനായി സ്റ്റമ്പ് നടുന്ന രീതി വിജയകരമായി വികസിപ്പിച്ചെടുത്ത വ്യക്തി? ഓപ്ഷൻ എ TF ബോർഡിലൻ. തേക്ക് വളർത്തുന്നതിനായി സ്റ്റമ്പ് നടുന്ന രീതി വിജയകരമായി വികസിപ്പിച്ച വ്യക്തി TF ബോർഡിലൻ. ദൃഢദാരു വൃക്ഷത്തിന് ഉദാഹരണം? ഓപ്ഷൻ ഡി തേക്ക്. ദൃഢദാരു വൃക്ഷത്തിന് ഉദാഹരണം തേക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്